RSSന്റെ സർസംഘചാലക് മോഹൻ ഭഗവതിന്റെ രൂക്ഷ വിമർശനം കേട്ടാണ് ഇന്ന് പ്രഭാതം ഉണർന്നത്. നരേന്ദ്രമോദിക്കെതിരായ രൂക്ഷ വിമർശനം ഇന്ന് മാധ്യമങ്ങൾ ഒരുപാട് കൊട്ടിയാഘോഷിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് നല്ല മുട്ടന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളാണ് നമ്മൾ കാണാൻ സാധിച്ചത്. ഇലക്ഷൻ സമയത്ത് പെരുമാറ്റച്ചട്ട ലംഘനം നടത്തി നേതാക്കൾ മാന്യമായ ഭാഷയിൽ ഇലക്ഷനെ സമീപിച്ചില്ല. അതേപോലെ വർഗീയ ധ്രുവീകരണം നടത്തുന്ന പ്രസംഗങ്ങൾ നടത്തി സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് കള്ളങ്ങൾ പ്രചരിപ്പിച്ചു. അത്തരത്തിൽ രൂക്ഷമായി വിമർശിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് മോഹൻ ഭഗവതിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇത് കേട്ടാൽ തോന്നും RSS എന്ന സംഘടന കുറെ കാലമായിട്ട് മതേതരത്വത്തോടുകൂടി രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും എല്ലാം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുകയായിരുന്നു. അതിനിടയിലാണ് മോദി അധികാരത്തിലേക്ക് വന്നത് എന്ന്. എന്നാൽ 2014 മോദിയെ അധികാരത്തിലേറ്റുമ്പോൾ ഏതൊരു RSSകാരൻ്റെയും സർസംഘചാലകിൻ്റെയും സ്വപ്നം 2025 തികയുമ്പോൾ RSS സൃഷ്ടിച്ചിട്ട് 100 വർഷം തികയുമ്പോൾ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കുക എന്നതായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് കാശ്മീരിൻ്റെ പ്രത്യേക അധികാര പദവി എടുത്തു മാറ്റിയത്, ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയത്, പൗരത്വ ബില്ല് നടപ്പിലാക്കിയത്, പൗരത്വ ബില്ലിൻ്റെ സർട്ടിഫിക്കറ്റ് അടക്കം നൽകിയത്. അത്തരത്തിൽ മണിപ്പൂർ കലാപം, അതേപോലെ രാജ്യത്ത് രാമക്ഷേത്രം നിർമ്മിച്ചത്, ബാബരി മസ്ജിദ് പൊളിച്ചെടുത്ത് RSS ബാബരി മസ്ജിദ് 1992 RSSന്റെ പ്രവർത്തകർ ഇഷ്ടികയും കല്ലും സിമൻറ്റും എല്ലാം കൊണ്ടുപോയതിന് ശേഷം ബാബരി മസ്ജിദ് പൊളിച്ചു അവിടെ പ്രതീകാത്മകമായി രാമക്ഷേത്രം നിർമ്മിച്ച കർസേവകരെ കുറിച്ച് പല RSS പ്രവർത്തകരും പല RSSന്റെ നേതാക്കളും കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം ചാനലുകളിൽ വന്നിട്ടൊക്കെ വലിയ രീതിയിൽ അഭിമാന നേട്ടമൊക്കെ ആയിട്ട് പ്രസംഗിച്ചത് ശശികല ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ബാബരി മസ്ജിദ് 92 ബാബരി മസ്ജിദ് പൊളിച്ച് 2024 ജനുവരി 22 രാമക്ഷേത്രം നിർമ്മിച്ചതും RSSന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. അത്തരത്തിൽ ഇത്രയും വലിയ ലക്ഷ്യങ്ങളൊക്കെ RSS നേടിയെടുത്തിട്ടും 2024 RSSന് ഏറ്റ ഏറ്റവും വലിയ പരാജയമാണ് നരേന്ദ്രമോദിയുടെ 3ാം സർക്കാരിന് ഏറ്റ പരാജയമെന്നും അയോധ്യയിലടക്കം RSSന്റെ ബെൽറ്റായിരുന്ന പലയിടത്തും BJPക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് സർസംഘചാലക് മോഹൻ ഭഗവത് തൻ്റെ മുഖം മിനുക്കാൻ വേണ്ടി, നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാൻ വേണ്ടി തങ്ങൾ മാന്യരാണെന്നും രാജ്യത്ത് ഇത്തരം കലുഷിതമായ സാഹചര്യത്തിൽ തങ്ങൾക്കൊരു റോളും ഉണ്ടായിരുന്നില്ല, പകരം റോളുണ്ടായിരുന്ന മോദിയെ പോലെയുള്ള ആളുകളെ ഞങ്ങൾ നേരെയാക്കാൻ പോവുകയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രസംഗവുമായിട്ട് അല്ലെങ്കിൽ ഒരു ഉപദേശവുമായി വന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങൾ ഇതൊക്കെ ഏറ്റെടുത്തുകൊണ്ട് മോദിക്ക് മുട്ടൻ പണി കിട്ടുകയാണ്. മോദിയെ ഇനി നേരായ മാർഗത്തിലേക്ക് ഒരു ജനാധിപത്യ മതേതരത്വ അതേപോലെ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി മോദി ഇനി പണിയെടുക്കും, അതിനുവേണ്ടി RSS മോദിയെ തിരുത്താൻ വേണ്ടി പോകുകയാണ് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സത്യം പറയുകയാണ്, 2024 ഈ പരാജയത്തിൽ നിന്നും തങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള പിന്തുണയും നൽകാറില്ല എന്ന് സമൂഹത്തെ, ഇവിടെയുള്ള ജനാധിപത്യ സമൂഹത്തിലുള്ള ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി ഉള്ള ഒരു തരം ഉഡായിപ്പ് തന്ത്രമാണ് എന്ന് തിരിച്ചറിയാൻ നമ്മൾ ജാഗരൂകരായിരിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ മോദിയുടെ പ്രസംഗം ശരിയായില്ല, അമിത്ഷായുടെ ഇടപെടലുകൾ ശരിയായില്ല, അതേപോലെ യോഗി ആദിത്യനാഥിൻ്റെ പ്രസംഗങ്ങൾ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹൻ ഭഗവത് കൃത്യമായി ഇടപെടുന്നത് ഇതൊന്നും രാജ്യത്ത് ഇനി വില പോകില്ല എന്ന് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞത് കൊണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷം രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലും മോദിയും യോഗിയും അടക്കമുള്ള ആളുകൾ അങ്ങേയറ്റം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇലക്ഷൻ്റെ തലേന്ന് പോലും. ആ സമയത്തൊന്നും RSSന് തോന്നാത്ത ഒരു ഇടപെടൽ ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിൽ ഡൽഹി അടക്കമുള്ള രാജ്യത്ത് പല പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പള്ളികൾ തച്ചു തകർത്തുകൊണ്ട് അവിടെ
പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നു, അല്ലെ ശിവൻ്റെ ലിംഗമുണ്ടായിരുന്നു, അല്ലെ ശിവൻ്റെ അല്ലെങ്കിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാത്രങ്ങളോ മറ്റ് കുടുക്കയോ ചട്ടിയോ അമ്പോ വില്ലോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്ത് പല പള്ളികളും തകർക്കപ്പെടുമ്പോഴും മിണ്ടാതിരുന്ന RSS ഇപ്പോൾ മിണ്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം, മോദിയെ വിമർശിക്കുന്നതിനുള്ള പ്രധാന കാരണം, ഇത്തരം സംഭവവികാസങ്ങളിലൂടെ ഇനി നരേന്ദ്രമോദിക്ക് RSSൻ്റെ ഹിന്ദുത്വ രാഷ്ട്രത്തിനും അതേപോലെ RSS ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും നരേന്ദ്രമോദിക്ക് ഇനിയും പണിയെടുക്കാൻ കഴിയില്ല. അദ്ദേഹം ഇതിൽ തളർന്നു പോയിരിക്കുന്നു, മാറ്റം പുതിയൊരാളുകളെ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനവുമായിട്ട് സർസംഘ് ചാലക് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കേണ്ടതുണ്ട്. വൺ ഇന്ത്യ വൺ ഇലക്ഷൻ, അങ്ങനെ ഒന്നിൽ തുടങ്ങി എല്ലാം ഒന്നിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഒന്ന് മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് ഏകാധിപത്യം തുടങ്ങാനായിരുന്നു RSS 2024 വരെ കണക്ക് കൂട്ടിയിരുന്നത്. എന്നാൽ അത്തരം കണക്കുകൂട്ടലുകൾ ആകെപ്പാടെ തെറ്റിയൊരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നും ചെന്നായുടെ തോല് മാറ്റേണ്ട സമയം ആയിരിക്കുന്നു എന്നും സർസംഘ് ചാലക് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതേതരനായിക്കൊണ്ട് RSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ സമൂഹത്തെയും സർവ നാനാജാതി വിഭാഗങ്ങളെയും എല്ലാവിധ സംസ്കാരങ്ങളെയും എല്ലാവിധ വിദ്വേഷ പ്രസംഗങ്ങളെയും എതിർക്കുന്ന ഒരു മാന്യന്മാരുടെ കൂട്ടമാണ്, അല്ലെ മാന്യന്മാരുടെ ഒരു രാഷ്ട്രീയ സ്വയം സേവക സംഘമാണ് RSS എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉഡായിപ്പ് തന്ത്രവുമായിട്ടാണ് മോഹൻ ഭഗവത് ഇറങ്ങിയിരിക്കുന്നത്. മോഹൻ ഭഗവതിന് പിന്നാലെ നരേന്ദ്രമോദിയെ മാറ്റിസ്ഥാപിക്കാനുള്ള അല്ലെങ്കിൽ അടുത്ത കാലഘട്ടത്തിൽ രാജ്യത്തെ ആര് നയിക്കണമെന്ന് RSS തീരുമാനിക്കുന്ന മറ്റൊരു നേതാവ് കൂടി ഒരുപക്ഷെ മോഹൻ ഭഗവത് കണ്ടുവച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത്തരം വിമർശനങ്ങൾ എന്നുകൂടി നാം ആരോഗ്യപരമായി ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വാരിക്കുഴിയിൽ മാധ്യമങ്ങളും നിഷ്പക്ഷരായ ആളുകളും RSS ഒരുക്കുന്ന വാരിക്കുഴിയിൽ വീണു പോകരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്.